കൊച്ചി തേവര കോന്തുരുത്തിയിൽ നടക്കുന്ന കൊലപാതകം സ്ത്രീയുടെ ജഡം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുടമ ജോർജ് കുറ്റം സമ്മതിച്ചു. ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായി എന്നാണ് ജോർജിന്റെ മൊഴി. വീടിനുള്ളിൽ വെച്ചാണ് കൊല നടന്നതെന്നും പ്രതി മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമിച്ചെന്നും പോലീസ് കണ്ടെത്തി. ജോർജ് സ്ഥിരം മദ്യപാനിയാണെന്ന് നാട്ടുകാർ പറയുന്നു. വിഷ്ണു, ആ നാടിനെ മുഴുവൻ നടുക്കിക്കൊണ്ടാണ് ആ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ഒരു സാമ്പത്തിക തർക്കമാണ് ഈ കൃത്യത്തിന് കാരണമായിരിക്കുന്നത്. കൊലപാതകം നടത്തിയ രീതിയൊക്കെ സംബന്ധിച്ച് പോലീസ് കൂടുതലായി അറിയിക്കുന്നത് എന്താണ് വിഷ്ണു? പാലക്കാട് സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അവർ സൗത്തിലായിരുന്നു അവർ കേന്ദ്രീകരിച്ചിരുന്നത്. അവിടെ നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ജോർജ് ഇവരെ കണ്ട് അവരെ അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നത്. ഒരു 12 മണി സമയം. ആ വീട്ടിലെത്തിയ സമയത്ത് പൈസയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ജോർജും ഇവരും തമ്മിൽ ഉണ്ടാകുന്നു. ഇതിന്റെ പ്രകോപനത്തിലാണ് ജോർജ് അവിടെ വീട്ടിലുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് ഇവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ജോർജ് പറഞ്ഞത് ഈ കൊലപാതകം കണ്ട് താൻ ഭയന്ന് അവിടെ ഇരുന്നു എന്നാണ് കൗൺസിലറോട് മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് അടുത്ത തെളിവെടുപ്പിലും അതോടൊപ്പം തന്നെ പരിശോധനയിലും ഒക്കെ ജോർജാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. വീടിനകത്ത്, അതായത് പ്രധാനപ്പെട്ട മുറിയിൽ നിന്ന് അടുക്കള വശത്തേക്ക് ഈ ബോഡി ഇങ്ങനെ വലിച്ചുകൊണ്ടുപോയതിന്റെ രക്തപ്പാടുകൾ പോലീസിന് കണ്ടെത്താനായിരുന്നു. ഒപ്പം ജോർജ് പിന്നീട് വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നു. ജോർജ് ഭാര്യയ്ക്കും മകളോടും ഒപ്പം ആണ് അവിടെ താമസിക്കുന്നത്. പക്ഷേ അവർ പാലായിൽ പോയ ഘട്ടത്തിലായിരുന്നു ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. അയാൾ അമിതമായി മർദ്ദിപ്പിച്ചിരുന്നു. ഈ ബോഡി മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ചാക്കടക്കം അയാൾ വാങ്ങിയിരുന്നു. ഒരുപക്ഷെ മറവ് ചെയ്യാനുള്ള ഒരു ശ്രമവും ജോർജിന്റെ ഭാഗത്തുണ്ടായി. പക്ഷേ മദ്യപിച്ച് ഇരുന്നതിനാൽ ഒരു ഘട്ടത്തിൽ ജോർജിന് ബോധം നഷ്ടപ്പെട്ട് അവിടെ വെച്ച് തന്നെ അവിടെ ഇരുന്ന് പോവുകയായിരുന്നു. പിന്നീട് രാവിലെ ഹരിതകർമ്മസേന ജീവനക്കാരി എത്തുന്ന ഘട്ടത്തിലാണ് ജോർജിനെ ഇങ്ങനെ മൃതദേഹത്തിനടുത്ത് കാണുന്നത്. അവർ കൗൺസിലർ വിവരിച്ചു. കൗൺസിലറാണ് പോലീസിനെ വിവരിക്കുന്നത്. പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ജോർജുമായി ആ പ്രദേശത്ത് കൊലപാതകം നടന്ന ക്രൈം സീനിൽ പ്രാഥമികമായ തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.